വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 23 വരെ തിരുവചനങ്ങൾ. ബർക്കുമാർ. അവരിൽ ചിലരാകട്ടെ, ഇവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂബിനെ കൊണ്ടത്രേ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചിലർ തന്നെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അവരുടെ ചിന്തകൾ അറിഞ്ഞ് യേശു അവരോട്, ഏത് രാജ്യവും തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് നശിക്കും. ഏത് ഭവനവും തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് വീണുപോകും. സാത്താൻ സാത്താനുമായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? നിങ്ങൾ പറയുന്നു, ബെൽസെബൂബിനെ കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന്. ഞാൻ ബെൽസെബൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തിനെ കൊണ്ടാണ് പുറത്താക്കുന്നത്? അതിനാൽ അവർ തന്നെ നിങ്ങൾക്ക് വിധികർത്താക്കളായി തീരട്ടെ. എന്നാൽ ഞാനോ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു. ബലവാൻ ആയുധധാരിയായി തൻ്റെ ഭവനം കാത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കും. എന്നാൽ അവനേക്കാൾ ശക്തനായ ഒരുവൻ വന്ന് അവനെ ജയിച്ചാൽ അവൻ ആശ്രയം വെച്ചിരിക്കുന്ന ആയുധമെല്ലാം എടുത്തുകൊണ്ടുപോവുകയും കവർച്ച വസ്തു വിഭജിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് പ്രതികൂലിയത്രേ. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുക തന്നെ ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. ആമേൻ.